എല്ലാവർക്കും hsstimes പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടേണ്ടി വന്നേക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ടെൻഡേർഡ് വോട്ട്. അപ്പോൾ എന്താണ് ടെൻഡേർഡ് വോട്ട് എന്നും ഈ ഒരു സാഹചര്യം ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ പോളിംഗ് ഒഫീഷ്യൽസിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും hsstimes എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാനലിൽ നടക്കുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻസിനകത്ത് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പേ ഇതിലെ വിവരങ്ങൾ ഔദ്യോഗികമോ ആധികാരികമോ അല്ല. ഇലക്ഷൻ പരിശീലന ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള ഹാൻഡ് ബുക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ ഉത്തരവുകളും മാത്രം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ടെൻഡേർഡ് വോട്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു വോട്ടർ വോട്ട് ചെയ്യുവാനായി വരുന്ന സമയത്ത് അയാളുടെ വോട്ട് മുൻപ് ആരോ ചെയ്തിരിക്കുന്നുവെന്ന് മാർക്കഡ് കോപ്പിയിലും രജിസ്റ്റർ ഓഫ് വോട്ട്സിലും കാണുന്നു. അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു, എ എന്ന് പറയുന്ന ഒരാൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു, സീരിയൽ നമ്പർ 35. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് വാങ്ങിച്ചിട്ട് സീരിയൽ നമ്പർ 35 എ മിസ്റ്റർ എ എന്ന് പറഞ്ഞിട്ട് 35ാമത്തെ എടുക്കുന്ന സമയത്ത് അവിടെ ക്രോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ വോട്ട് ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അവിടെ എന്താണ്, നിങ്ങൾ വോട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ വന്നിരിക്കുന്ന ആൾ പറയുന്നു, അയ്യോ ഞാനല്ല നേരത്തെ ചെയ്തത്, ഞാൻ ഇതുവരെ ചെയ്യാൻ വന്നിട്ടില്ല, എനിക്ക് എൻ്റെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അതാണ് ടെൻഡേർഡ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് മാർക്കഡ് കോപ്പിയിൽ കട്ട് ചെയ്തിട്ട് മാത്രമല്ല, ആ മുമ്പേ ചെയ്ത ഒരാൾ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് ഏതിൽ എഴുതിയിട്ടുണ്ടാവും, നമ്മുടെ രജിസ്റ്റർ ഓഫ് വോട്ട്സ്, സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിലുള്ള പുസ്തകമായിട്ടുള്ള രജിസ്റ്റർ ഓഫ് വോട്ട്സിലും 17A കൂടി എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്നാൽ വോട്ട് താൻ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നു, എനിക്കിപ്പോൾ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുക. അപ്പോൾ അയാളെ അങ്ങനെ പറഞ്ഞ ഒരാളെ നമുക്ക് ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല. അപ്പോൾ അയാളോട് എന്ത് ചെയ്യുക, അയാളുടെ ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുക. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് മനസ്സിലായി വന്നത് റിയൽ വോട്ടറാണ്, യഥാർത്ഥ വോട്ടറാണ്. നേരത്തെ വന്ന ആൾ കള്ളവോട്ട് ചെയ്തിട്ട് പോയി, ഇയാളുടെ വോട്ടാരോ കള്ളവോട്ട് ചെയ്തിട്ട് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഒരാൾ വോട്ട് ചെയ്യാൻ വിട്ടു എന്നൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം ഒരു പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് മാർക്കഡ് കോപ്പിയിലും കാണണം, രജിസ്റ്റർ ഓഫ് വോട്ട്സിലും കാണണം. അപ്പോൾ രണ്ട് പുസ്തകത്തിലും ഇതുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു കേസാണ് ടെൻഡേർഡ് വോട്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ വന്നിരിക്കുന്ന ആളുടെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുക. വിവരങ്ങൾ 17A എഴുതേണ്ടത്. സെക്കൻഡ് പോളിംഗ് ഓഫീസർ എഴുതുന്ന പുസ്തകത്തിൽ എഴുതാൻ പാടില്ല, കാരണം ഓൾറെഡി അയാളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഈ ടെൻഡേർഡ് വോട്ടിൻ്റെ ലിസ്റ്റ് എഴുതാനാണ് 17B എന്ന് പറയുന്ന ഒരു ഫോം. ഇയാളുടെ ഡീറ്റെയിൽസ് ഫോം നമ്പർ 17B, അതായത് ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സിൽ രേഖപ്പെടുത്തണം. വോട്ടറുടെ ഒപ്പോ വിരൽ അടയാളമോ വാങ്ങിക്കുക. ബ്രാക്കറ്റിനകത്ത് കാണാം 17A രജിസ്റ്ററിൽ, അതായത് രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പാടില്ല. ക്ലിയർ. ഇദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഒരു തവണ ആരോ വോട്ടിംഗ് മെഷീനിൽ ചെയ്തിട്ട് പോയി കഴിഞ്ഞു. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 20 എണ്ണം തരുമായിരിക്കും ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ. 20 ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്രമ നമ്പർ, അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 334 മുതൽ 350 വരെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ തന്നെ, അല്ലെങ്കിൽ മിഡിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പാടില്ല, ഫസ്റ്റ് ഉള്ളത് തന്നെ എടുത്തങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്രമ നമ്പർ എന്ത് ചെയ്യുക, ആദ്യത്തെ ബാലറ്റ് പേപ്പർ നൽകുക. ഈ ബാലറ്റ് പേപ്പറിൻ്റെ പിറകിൽ പ്രിൻ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് എഴുതിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷൻ മാർക്ക് സീല് കൂടെ പതിക്കുകയും വേണം. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൈൻ ചെയ്ത് സീലടിച്ചാൽ മാത്രം മതി. പ്രിൻ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ എന്ന് എഴുതിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് സീല് പതിക്കുകയും ചെയ്യുക. ഇനി ഈ ബാലറ്റ് പേപ്പർ ചുവന്ന പാഡിൽ, അപ്പോൾ നമുക്കവിടെ ഒരു റെഡ് ഇങ്ക് പാഡ് തന്നിട്ടുണ്ട്. റെഡ് ഇങ്ക് പാഡിനകത്ത് അതിനൊരു ആരോ ക്രോസ് മാർക്ക് കൂടെ തന്നിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തന്നിരിക്കുന്ന ഷോപ്പറിനകത്ത് നോക്കി കാണാം, ഒരു ആരോ ക്രോസ് മാർക്ക്
നമ്മൾ പണ്ടത്തെ വോട്ട് ചെയ്യുന്ന ഒരു ആരോ ക്രോസ് മാർക്കിൻ്റെ ഒരു സീൽ അവിടെ ഉണ്ട്. അത് നൽകിയിട്ട് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടണം. അല്ലാതെ അത് പോയിട്ട് പിന്നെ കൗണ്ടർപ്പൻ്റെ ബാലറ്റ് യൂണിറ്റ് പ്രസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പേപ്പറായിട്ട് ബാലറ്റ് പേപ്പറിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം. ബാലറ്റ് മടക്കേണ്ട വിധത്തിൽ മടക്കി കൊണ്ടുവരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അത് വാങ്ങി 17B-യിലുള്ള ലിസ്റ്റും ചേർത്ത് പ്രത്യേകം കവറിലാക്കി സൂക്ഷിക്കണം. അത് വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അയാൾ വോട്ട് ചെയ്ത കാര്യമാണ്. അത് സീക്രസി ഓഫ് വോട്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ 17B-യുടെ ലിസ്റ്റും ചേർത്തുകൊണ്ട് പ്രത്യേകം കവറിലാക്കി സൂക്ഷിക്കുക. പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് ഈ കവർ സീൽ ചെയ്യണം. ഓക്കെ. അതുപോലെ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിൻ്റെ കണക്ക് ഫോം നമ്പർ 17C-യിലെ ഐറ്റം നമ്പർ 9-ൽ ഇതിൻ്റെ വിവരങ്ങൾ ചേർക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുമായിട്ട് പറയാനുള്ളത്. ഹാവ് എ നൈസ് ഇലക്ഷൻ എക്സ്പീരിയൻസ്. താങ്ക് യു.